ദിസ് ഇസ് ജി ബി സെബാസ്റ്റ്യൻ. വെൽക്കം ടു ജി ബീസ് ക്ലാസ്സസ്. ഇന്ന് നമ്മൾ CBSE 8ാം ക്ലാസ്സിലെ ഹിന്ദി ടെക്സ്റ്റ് ബുക്കായ ദുർവയിലെ രണ്ടാമത്തെ ലെസണാണ് നോക്കുന്നത്. ദൂസര പാഠ് ദോ ഗുരയ്യ. ഗുരയ്യ എന്ന് പറഞ്ഞാൽ കുരുവികളെയാണ് ഗുരയ്യ എന്ന് പറയുന്നത്. ദോ ഗുരയ്യ, ദോ എന്ന് പറഞ്ഞാൽ രണ്ട് കുരുവികളെക്കുറിച്ചുള്ള ഒരു കഥയാണ് ഈ കഥ. നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതിന് ബാക്കിയുള്ള മറ്റുള്ള വീഡിയോകൾ കാണാനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ GB's ക്ലാസ്സസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പ്ലേലിസ്റ്റ് എന്ന ഇങ്ങനെയുള്ള പേജ് ഓപ്പൺ ആവും. ഈ പേജിൽ പ്ലേലിസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെ എല്ലാ പ്ലേലിസ്റ്റുകളും ഓപ്പണായി വരും. നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റാണോ കാണേണ്ടത് ആ സബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിലുള്ള വീഡിയോസ് എല്ലാം കാണാൻ പറ്റും. നമുക്ക് പാഠത്തിലോട്ട് കിടക്കാം. घर में हम 3 ही व्यक्ति रहते हैं. വീട്ടിൽ ഞങ്ങൾ 3 പേരാണ് ഉള്ളത്. മാ എന്ന് പറഞ്ഞാൽ അമ്മ, പിതാജി അച്ഛൻ, और मैं ഞാനും. पर पिताजी कहते हैं कि यह घर सराय बना हुआ है. പക്ഷേ പിതാജി പറയുന്നു, അച്ഛൻ പറയും, യേ ഘർ, ഈ വീടെന്ന് പറയുന്നത് നമ്മളുടെ 3 പേരുടെ അല്ല, സറായ് ബനാ ഹുവാ ഹെ. സറായ് എന്ന് പറഞ്ഞാൽ വഴിപോക്കർക്കുള്ള വീടാണ്. വഴിപോക്കർക്കൽ വിശ്രമിക്കാനുള്ള വീടാണെന്ന്. ഹം തോ ജैसे यहाँ मेहमान है. നമ്മളിവിടെ അതിഥികളാണ്. ഈ വീട് നമ്മളുടെ അല്ല. घर के मालिक तो कोई दूसरे ही है. ഈ घर के മാലിക് എന്ന് പറഞ്ഞാൽ ഈ വീടിൻ്റെ മുതലാളി, ഈ വീടിൻ്റെ യജമാനൻ, അല്ലെങ്കിൽ ഈ വീട് ആരുടെയാന്ന് പറഞ്ഞാൽ അത് വേറെ ആരുടെയോ ആണ്. കൊയ് ദൂസരേ ഹി ഹെ. ഈ വീടിൻ്റെ ഓണർ എന്ന് പറയുന്നത് വേറെ ആരോ ആണ്. ആംഗൻ മേ ആം ക പേട് ഹെ. ആംഗൻ എന്ന് പറഞ്ഞാൽ മുറ്റത്ത്, ആം ക പേട് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാവ്. ഓക്കെ, മാവുണ്ട്. തരതരക്കെ പക്ഷി ഉസ് പർ ഡേര ഡാലെ രഹത്തെ ഹെ. തരതരക്ക് എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള പക്ഷികൾ അതിൽ വന്ന് താമസിക്കുന്നുണ്ട്. ഡേര ഡാല എന്ന് പറഞ്ഞാൽ അവരുടെ താവളമാക്കുക. जो भी पक्षी पहाड़ियों घाटियों पर से उड़ता हुआ दिल्ली पहुंचता है. ഏതൊരു പക്ഷിയും, പഹാടി എന്ന് പറഞ്ഞാൽ മലകളിൽ നിന്ന് അല്ലെങ്കിൽ താഴ്വാരങ്ങളിൽ നിന്ന്, ഘാട്ടി എന്ന് പറഞ്ഞാൽ താഴ്വാരത്തിൽ നിന്ന്, ഉടുത്താ ഹുവ അവിടെ നിന്ന് പറന്ന് ദില്ലിയിലെത്തുന്നു. എത്തുമ്പോൾ പിതാജി कहते हैं, അച്ഛൻ പറയും, വഹി സീധ ഹമാരെ ഘർ പहुंच जाते हैं. അപ്പോൾ നമ്മുടെ വീട് എവിടെയാണ്? ഡൽഹിയിലാണ്. ഡൽഹിയിലോട്ട് വരുന്ന പക്ഷികളെല്ലാം നേരെ നമ്മളുടെ വീട്ടിലോട്ടാണ് എത്തുന്നത്. സീധ എന്ന് പറഞ്ഞാൽ നേരെ. ഹമാരെ ഘർ പहुंच जाता है, നമ്മളുടെ വീട്ടിലാണ് എത്തുന്നത്. ജैसे हमारा घर का പത്ത ലിഖ്വാക്കർ ലായാ ഹോ. എങ്ങനെയാണ് നമ്മളുടെ വീട്ടിൻ്റെ അഡ്രസ്സ് എഴുതി ആ അഡ്രസ്സ് തിരഞ്ഞ് പിടിച്ചു വരും പോലെ നമ്മുടെ വീട്ടിലോട്ട് നേരെ വരികയാണ്. യഹാ കഭി തോത്തെ പहुंच जाते हैं. ചിലപ്പോൾ തോത്തെ എന്ന് പറഞ്ഞാൽ പാരറ്റ്സ്, തത്തകൾ വരും. കഭി കൗവ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാക്കകൾ. ഓർ കഭി തരതരക്ക് ഗുരയ്യ. ചിലപ്പോഴൊക്കെ പലതരത്തിലുള്ള ഗുരയ്യ പക്ഷികൾ, ഈ നമ്മുടെ കുരുവികൾ വരും. വ ഷോർ മച്ചാത്ത ഹെ. ഷോർ മച്ചാന എന്ന് പറഞ്ഞാൽ സൗണ്ട് ഉണ്ടാക്കും, ഒരുപാട് ബഹളം വയ്ക്കും. കി കാനോക്കെ പെർദെ ഫട് ജായേ. അതായത് ചെവിയിലെ ഈ ഇയർ ഡ്രം അതടിച്ചു പോകുന്ന പോലെയാണ് അവരുടെ സൗണ്ട്. പർ ലോഗ് कहते हैं कि പക്ഷി ഗാ രഹേ ഹെ. ചെവി പൊട്ടും പോലെ അവർ സൗണ്ട് ഉണ്ടാക്കിയാലും, പക്ഷേ ലോഗ് कहते हैं, ആൾക്കാർ പറയും, कि പക്ഷി ഗാ രഹേ ഹെ, പക്ഷി പാട്ട് പാടുകയാണെന്ന് പറയും. ഘർ കെ അന്തർ ഭി യഹി ഹാൽ ഹെ. വീട്ടിൻ്റെ ഉള്ളിലും ഇതുപോലെ തന്നെയാണ് അവസ്ഥ. യഹി ഹാൽ ഹെ എന്ന് പറഞ്ഞാൽ ഇതേ അവസ്ഥയാണ്. ബീസിയോ തോ ചൂഹെ ബസ്തേ ഹെ. ഒരുപാട് ചൂഹ എന്ന് പറഞ്ഞാൽ എലികൾ താമസിക്കുന്നുണ്ട് വീട്ടിനുള്ളിൽ. രാത് ഭർ ഏക് കമരെ സെ ദൂസരെ കമരെ മേ ഭാഗ്തേ ഫിർത്തേ ഹെ. രാത്രി മുഴുവൻ ഒരു
റൂമിൽ നിന്ന് മറ്റു റൂമിലോട്ട് ഭാഗ്തേ ഫിർത്തെ ഹെ എന്ന് പറഞ്ഞാൽ ഓടി നടക്കും. വ ധമ ചോക്കടി മസ്തി ഹെ കി ഹം ലോഗ് ഠീക് തരഹ സെ സോ ഭി നഹീ പാത്തെ. അതവരുടെ സൗണ്ട് കൊണ്ട്, അവരുടെ ശല്യം കൊണ്ട് ഞങ്ങൾ ശരിക്ക് ഉറങ്ങാൻ പോലും ഞങ്ങൾക്ക് പറ്റില്ല. ബർത്തൻ ഗിർത്തെ ഹെ, ബർത്തൻ എന്ന് പറഞ്ഞാൽ പാത്രങ്ങൾ വീഴും. ഡബ്ബെ ഖുൽത്തെ ഹെ, ബോക്സുകൾ അവർ തുറക്കും. പ്യാലെ ടൂട്ട്ത്തെ ഹെ, കപ്പുകളും സോസറുകളും എല്ലാവരും പൊട്ടിച്ചു കളയും. ഏക് ചൂഹ അങ്കിടി കെ പീച്ചെ ബൈഠന പസന്ത് കർത്തെ ഹെ, ഒരു എലി എന്ന് പറയുന്നത് അങ്കീട്ടി എന്ന് പറഞ്ഞാൽ ഈ അടുപ്പിൻ്റെ പുറകിലിരിക്കാനാണ് അതിന് താല്പര്യം. ഷായദ് ബൂഡാ ഹെ, എനിക്ക് തോന്നുന്നു ഷായദ് ബൂഡ എന്ന് പറഞ്ഞാൽ വയസ്സായ വൃദ്ധനാണെന്ന് തോന്നുന്നു. ഉസെ സർദി ബഹുത് ലഗ്തി ഹെ, സർദി എന്ന് പറഞ്ഞാൽ തണുപ്പ്, അവന് ഒരുപാട് തണുപ്പ് തോന്നുന്നുണ്ടാവും, അതുകൊണ്ടായിരിക്കും അടുപ്പിൻ്റെ അടുത്ത് നിന്നിരിക്കുന്നത്. ഏക് ദൂസറാ ഹെ, വേറൊരു എലിയുണ്ട്. ജിസെ ബാത്റൂം കി ടങ്കി പർ ചढ़कर बैठना പസന്ത് ഹെ, ബാത്റൂമിലെ ടാങ്കിൻ്റെ മുകളിൽ കയറിയിരിക്കാനാണ് അവന് താല്പര്യം. ഉസേ ഷായദ് ഗർമി ബഹുത് ലഗ്തി ഹെ, ചിലപ്പോൾ അവന് ഒരുപാട് ചൂടെടുക്കുന്നുണ്ടാവും, അതുകൊണ്ടായിരിക്കാം ടാങ്കിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നത്. ബില്ലി ഹമാരെ ഘർ മേ रहती तो नहीं മഗർ ഘർ ഉസേ ഭി പസന്ത് ഹെ. ബില്ലി എന്ന് പറഞ്ഞാൽ പൂച്ച ഞങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നില്ല, പക്ഷേ ഈ വീട് പൂച്ചയ്ക്കും ഇഷ്ടമാണ്. ഓർ വ കബി കബി ഝാക് ജാത്തി ഹെ, ഝാക്കന എന്ന് പറഞ്ഞാൽ എത്തി നോക്കുക, ഇടയ്ക്കിടയ്ക്ക് വന്ന് എത്തി നോക്കും. മൻ ആയാ തോ അന്തരാക്കർ ദൂത് പീ ഗയി, അവന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ആ പൂച്ചയ്ക്ക് തോന്നിയാൽ ചിലപ്പോൾ ഉള്ളിൽ വന്ന് അന്തരാക്കർ, ഉള്ളിൽ വന്ന് ദൂത് പീ ഗയി, അതായത് പാൽ കുടിച്ചിട്ട് പോകും. നാ മൻ ആയാ തോ ബാഹർ സേ ഹി ഫിർ ആവുങ്കി കേക്കർ ചലി ജാത്തി ഹെ. അപ്പോൾ അത് തോന്നിയില്ലെങ്കിൽ, ഉള്ളിൽ വരാൻ തോന്നിയില്ലെങ്കിൽ എന്ത് ചെയ്യും, ആ പൂച്ച പുറത്തു വന്ന് തന്നെ ഞാൻ ഇനി അടുത്ത പ്രാവശ്യം വരാമെന്ന് പറഞ്ഞ്, ഫിർ ആവുങ്കി എന്ന് പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം വരാം, പിന്നെ വരാം എന്ന് പറഞ്ഞ് പോവും. കേക്കർ ചലി ജാത്തി. शाम पड़ते ही 2-3 चमगादड़ कमरे के आर पार पर फैलाए कसरत करने लगते हैं. ഇപ്പോൾ ഷാം പടുത്തേ ഹി, ഷാം പടുന്ന എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും 2-3 ചംകാദട് എന്ന് പറഞ്ഞാൽ വവ്വാലുകൾ കമരയ്ക്ക് അന്തർ വീടിനുള്ളിൽ വന്നിട്ട് പാർ അതായത് രണ്ട് സ്ഥലത്തോട്ട് പർ ഫെലായ, പർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചിറക് ഇങ്ങനെ വിടർത്തിക്കൊണ്ട് കസറത്ത് കർണിലത്തെ. കസറത്ത് എന്ന് പറഞ്ഞാൽ എക്സസൈസ്, അതായത് തൂങ്ങിക്കിടന്ന് എക്സസൈസ് ചെയ്യുന്നത് പോലെ ചിറകൊക്കെ വിരിച്ച് എക്സസൈസ് ചെയ്യാൻ തുടങ്ങും. ഘർമേ കബൂത്തർ ബി ഹെ, വീട്ടിൽ കബൂത്തർ എന്ന് പറഞ്ഞാൽ പ്രാവ് ഉണ്ട്. ദിൻ ഭർ ഗുട്ടർ ഗു കാ സംഗീത് സുനായി ദേത്താ രഹതാ ഹെ. അപ്പോൾ ദിൻ ഭർ പകൽ മുഴുവൻ ഇത് എങ്ങനെയാണ് സൗണ്ട് ഉണ്ടാക്കുന്നത്, ഗുട്ടർ ഗു എന്ന സൗണ്ട് ഉണ്ടാക്കുന്നു. സംഗീത് അങ്ങനെയുള്ള മ്യൂസിക് നമുക്ക് കേൾക്കാൻ പറ്റും. സുനായി ദേത്താ രഹതാ ഹെ. ഇത്തനെ പർ ഹി ബസ് നഹി, അതുകൊണ്ട് തീർന്നില്ല. ഘർമേ ചിപ്കലിയാ ഭി ഹെ, ചിപ്കലി എന്ന് പറഞ്ഞാൽ പല്ലികളുണ്ട്. ഓർ ബർറെ ബി ഹെ, ബർറെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കുളവികൾ പോലുള്ള ഈച്ച പോലുള്ള വലിയ കുത്തുന്ന കുളവികൾ. और चीटियाँ की तो जैसे फौज की छावनी ढाले हुए हैं. അപ്പോൾ ഉറുമ്പുകളുണ്ട്. ഉറുമ്പുകൾ എന്ന് പറയുന്നത് അവരുടെ ഫൗജ് എന്ന് പറഞ്ഞാൽ അവരുടെ ഫോഴ്സ്, അവരുടെ മൊത്തം ഫോഴ്സും കൊണ്ടാണ് അവരുടെ ഒരു കൻറ്റോൺമെൻറ്റ് ബോർഡ് അല്ലെങ്കിൽ കൻറ്റോൺമെൻറ്റ് പോലെ അവരുടെ ഏരിയ പോലെ ആണ് അവർക്ക് വീട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. ചീറ്റി അല്ലെങ്കിൽ നമ്മുടെ ഉറുമ്പുകൾ അവരുടെ ഫോഴ്സിനെ തന്നെ ഇറക്കിയിരിക്കുക എന്നാണ് പറയുന്നത് വീടിനുള്ളിൽ. അപ്പോൾ ഏക് ദിൻ 2 ഗുറയ്യ സീധി അന്തർ ഗുസായി. അപ്പോൾ ഒരു ദിവസം 2 കുരുവികൾ നേരെ വീടിനുള്ളിൽ കയറി വന്നു. ഓർ ബിനാ പൂച്ചേ, ആരോടും ഒന്നും ചോദിച്ചില്ല, ഉടുക്കർ മകാൻ ദേഖ്നെ ലഗി, ഒന്നും ചോദിക്കാതെ നേരിട്ട് കയറി വന്ന്
മൊത്തം വീട് നോക്കാൻ തുടങ്ങി. മക്കാൻ ദേഖ്നെ ലഗി. മക്കാൻ എന്ന് പറഞ്ഞ വീട് നോക്കാൻ തുടങ്ങി. പിതാജി കഹനെ ലഗെ. പിതാജി അച്ഛൻ പറയാൻ തുടങ്ങി. അച്ഛൻ പറഞ്ഞു, മക്കാൻ കാ നിരീക്ഷൺ കർ റഹി ഹൈ. ഈ വീടിൻ്റെ നിരീക്ഷണം നടത്തുകയാണ്, നോക്കുകയാണ് ശരിക്കും. കി ഉൻകെ രഹനെ യോഗ്യ ഹേ യാ നഹി. അവർക്ക് താമസിക്കാൻ യോഗ്യമാണോ, അവർക്ക് താമസിക്കാൻ പറ്റിയതാണോ അതോ അല്ലയോ എന്ന് നിരീക്ഷണം നടത്തുകയാണ് ആ പക്ഷികൾ, ആ കുരുവികൾ. കഭി വേ കിസി റേഷൻദാൻ പർ ജാ ബൈഠത്തി. ചിലപ്പോൾ അവർ റേഷൻദാൻ എന്ന് പറഞ്ഞാൽ വെൻറ്റിലേഷനുള്ള ആ ചെറിയ ഓട്ട അല്ലെങ്കിൽ ചെറിയ ജനൽ പോലുള്ള സ്ഥലത്ത് പോയിട്ട് അവിടെ പോയിരിക്കും. കഭി കഭി ഖിड़की पर. ചിലപ്പോൾ അവർ ജനലയിൽ പോയിരിക്കും. ഫിർ ജൈസ ആയി ഥി വൈസെ ഹി ഉഡ് ഭി ഗയി. അപ്പം ചിലപ്പോൾ വന്ന പോലെ തന്നെ പറന്നു പോവുകയും ചെയ്യും. पर 2 दिन बाद हमने क्या देखा कि बैठक की छत में लगे पंखे के गोले में उन्होंने अपना बिछावन बिछा लिया है. അതായത് 2 दिन बाद 2 ദിവസം കഴിഞ്ഞപ്പോൾ ഹംനെ ക്യാ ദേഖ, ഞങ്ങൾ എന്താ കണ്ടത്, ബൈഠക് കി ഛത്ത് മേ. ബൈഠക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരിക്കുന്ന ലിവിങ് റൂമിൻ്റെ അതിൻ്റെ റൂഫിൽ, ആ റൂഫിലുള്ള അവിടെയുള്ള ലഗെ പങ്കേക്ക് ഗോലേമേ. പങ്ക എന്ന് പറഞ്ഞാൽ ഫാനിൻ്റെ ആ ഒരു കപ്പിൽ ഗോലേമേ ഉനോനെ അപ്ന ബിച്ചാവൻ ബിച്ചാലിയ ഹെ. അവരുടെ ബിച്ചാവൻ എന്ന് പറഞ്ഞാൽ അവരുടെ താമസിക്കാനുള്ള കിടക്കാനുള്ള മെത്ത അത് വിരിച്ചു കഴിഞ്ഞു. അതായത് അവരവിടെ കൂടുണ്ടാക്കി. ഓർ സാമാൻ ഭി ലേ ആയി ഹെ. അവരവരുടെ സാധനങ്ങളും അവർക്ക് വേണ്ട സാധനങ്ങളെല്ലാം കൊണ്ടുവന്നിരിക്കുന്നു. ഓർ മജേ സെ ദോനോ ബൈഠി ഗാന ഗാ രഹി ഹെ. രണ്ടുപേരും നല്ല സുഖമായിരുന്നിട്ട്, മജേസ് എന്ന് പറഞ്ഞാൽ സുഖമായിരുന്ന്, ദോനോ രണ്ടുപേരും ബൈഠി ഗാന ഗാ രഹി ഹെ, രണ്ടുപേരിരുന്ന് നല്ല പാട്ട് പാടുകയാണ്. ജാഹിർ ഹെ ഉന്നെ ഘർ പസന്ത് ആ ഗയാ ഥാ. ശരിക്കും അവർക്ക് ആ ഞങ്ങളുടെ വീട് അവർക്ക് ഇഷ്ടമായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് അവരവിടെ വന്നിരുന്ന് കൂടുണ്ടാക്കി ഇരുന്ന് സുഖമായിരുന്ന് പാട്ട് പാടുന്നു. മാ ഓർ പിതാജി ദോനോ സോഫെ पर बैठे उनकी ओर देखे जा रहे थे. അമ്മയും അച്ഛനും സോഫയിൽ ഇരുന്ന് ആ 2 കുരുവികളെ നോക്കിയിരിക്കുകയാണ്. തോടി ദേർ ബാദ് മാ സിർ ഹിലാക്കർ ബോലി. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ തല കുലുക്കിക്കൊണ്ട് പറഞ്ഞു, അബ് തോ യേ നഹി ഉടേഗി. അപ്പോൾ ഇനി ഇവർ ഇവിടുന്ന് പോവില്ല. പഹലെ ഇനെ ഉടാദേത്തെ തോ ഉഡ് ജാത്തി. അപ്പോൾ ഇവരെ ഇവിടുന്ന് നേരത്തെ തന്നെ ഇവരെ ഓടിച്ചു വിട്ടിരുന്നെങ്കിൽ അവരിവിടുന്ന് ഓടിപ്പോയേനെ, ഇവിടെ ഇരുന്ന് വന്ന് താമസിക്കില്ലായിരുന്നു ഈ കുരുവികൾ. അബ് തോ ഇനോനെ യഹാ ഘോസല ബനാ ലിയാ ഹെ. ഇപ്പോൾ ഇവരിവിടെ നമ്മുടെ വീട്ടിൻ്റെ ഫാനിൽ അവരവരുടെ ഘോസല എന്ന് പറഞ്ഞാൽ അവരുടെ കൂടും ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി അവർ പോകാൻ പോകുന്നില്ല. ഇസ് പർ പിതാജി കോ ഗുസ്സ ആ ഗയ. അപ്പോൾ ഇത് കേട്ടപ്പോൾ അച്ഛന് ദേഷ്യം വന്നു. ഗുസ്സ ആ ഗയ, ദേഷ്യം വന്നു. വ ഉഠ് ഖടേ ഹുയേ ഓർ ബോലെ. ഉഠ് ഖടേ ഹുയേ എന്ന് പറഞ്ഞാൽ എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, ഓർ ബോലെ പറഞ്ഞു, ദേഖ്താം നോക്കട്ടെ ഞാൻ, യെ കേസെ യഹാ രഹത്തി ഹെ. എങ്ങനെ ഇവരോട് താമസിക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഗുരയ്യ മേരെ ആകെ ക്യാ ചീസ് ഹെ. ഗുരയ്യ അല്ലെങ്കിൽ ഈ ചെറിയ കുരുവികൾ എൻ്റെ മുമ്പിൽ എന്താണ്? അവരൊന്നുമല്ല. മേ അഭി നിക്കാൽ ബാഹർ കർത്താം. ഇപ്പം തന്നെ ഞാനിവരെ പുറത്തേക്ക് ഓടിച്ചു വിടാൻ പോവുകയാണ്. ഛോടോ ജി. അപ്പോൾ അമ്മ പറയാണ്, ഛോടോ ജി വിടൂ. ചൂഹോയ്ക്കോ തോ നിക്കാൽ നെയ് പായ്. ചൂഹ എന്ന് പറഞ്ഞാൽ എലികളെ നിങ്ങൾക്ക് പുറത്തിറക്കാൻ പറ്റിയില്ല, എലികളെ നിങ്ങൾക്ക് ഓടിച്ചുവിടാൻ പറ്റിയില്ല. अब चिड़ियों को निकालेंगे. ഇനി നിങ്ങൾ പക്ഷികളെയല്ലേ ഇറക്കി വിടാൻ പോകുന്നത്. മാനെ വ്യങ് സെ കഹ. വ്യങ് എന്ന് പറഞ്ഞാൽ തമാശയ്ക്ക്. അമ്മ തമാശയായിട്ട് പറഞ്ഞു. മാ കോയി ബാത് വ്യങ് മേ കഹേ തോ പിതാജി ഉബൽപ്പെടുത്തേ ഹെ. അപ്പോൾ അമ്മ എന്തെങ്കിലും തമാശയായിട്ട് പറഞ്ഞാലും അച്ഛന് ദേഷ്യം വരും. ഉബൽപ്പെടുത്തേ ഹെ. വഹ
समझते हैं कि माँ उनका मजाक उड़ा रही हैं. അദ്ദേഹത്തിന് തോന്നുന്നത്, അച്ഛന് തോന്നുന്നത്, അച്ഛൻ മനസ്സിലാക്കുന്നത് അമ്മ അദ്ദേഹത്തെ കളിയാക്കുകയാണ്. മജാക്കുടാന എന്ന് പറഞ്ഞാൽ കളിയാക്കുകയാണെന്ന് എന്നാണ് അദ്ദേഹത്തിന് തോന്നുന്നത്, അച്ഛന് തോന്നുന്നത്. വോ ഫോറൻ, അദ്ദേഹം പെട്ടെന്ന് തന്നെ उठ खड़े हुए और पंखों के नीचे जाकर जोर जोर से ताली बजाएं. അപ്പോൾ പെട്ടെന്ന് എണീറ്റ് അദ്ദേഹം, അച്ഛൻ എണീറ്റ് ആ ഫാനിൻ്റെ താഴെ ചെന്നിട്ട്, പങ്കയ്ക്ക് നീച്ചെ ജാക്കർ, ആ ഫാനിൻ്റെ താഴെ ചെന്നിട്ട് താലി ബജായി, അതായത് കൈകൊട്ടി. ഓർ മൂസെ ഷൂ ഷൂ കാ, വായ കൊണ്ട് ഷൂ 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 എന്ന് പറഞ്ഞ് ഓടിച്ചുവിടാൻ നോക്കി. ബാഹെ ഫെൽ ജുലായി, ബാഹ എന്ന് പറഞ്ഞാൽ കൈകൾ വീശി. ഓർ ഖടേ ഖടേ കൂതിനെ ലഗെ, എന്നിട്ട് അവിടെ നിന്ന് ചാടാൻ തുടങ്ങി. കബി ബാഹെ ജുലായി, ഇടയ്ക്ക് കൈകൾ വീശുന്നുണ്ട്, കൈ കൊട്ടുന്നുണ്ട്. കബി ഷൂ ഷൂ കർത്തേ ഹെ, ഷൂ ഷൂ എന്ന് പറഞ്ഞ് ഓടിച്ചു വിടാൻ നോക്കുന്നുണ്ട്. ഗുരയ്യോനെ ഘോസ്ലെ മേ സെ സിർ നിക്കാൽ കർ നീച്ചേക്ക് ഓർ ജാഗ് കർ ദേഖ. അപ്പോൾ ആ രണ്ട് പക്ഷികൾ അവരുടെ കൂട്ടിൽ നിന്ന് സിർ നികാൽക്കർ, സിർ എന്ന് പറഞ്ഞാൽ തല ഇട്ടിട്ട്, തല പുറത്തോട്ടിട്ട് താഴോട്ട്, നീച്ചേക്ക് ഓർ ജാക്കർ ദേഖ, താഴോട്ട് എത്തി നോക്കി. ഓർ ദോനോ ഏക് സാത്ത് ചീച്ചി കർണേ ലഗി, രണ്ടുപേരും ചീച്ചി എന്ന് സൗണ്ട് ഉണ്ടാക്കാൻ തുടങ്ങി. ഓർ മാ ഖിൽഖിലാക്കർ ഹസ്നെ ലഗി, അമ്മ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ഖിൽഖിലാക്കർ ഹസ്ന എന്ന് പറഞ്ഞാൽ ചിരിച്ചു. പിതാജിക്കോ ഗുസ്സ ആ ഗയ, അച്ഛന് ദേഷ്യം വന്നു. ഇസ്മേ ഹസ്നേക്ക് ക്യാ ബാത് ഹെ, അപ്പോൾ ഇതിൽ ചിരിക്കാൻ എന്താ ഉള്ളത്? മാക്കോ ऐसे മൗക്കോ പർ ഹമേശ മസാക്ക് സൂച്ച്താ ഹെ, അപ്പോൾ ഇത് ഇങ്ങനെയുള്ള അവസരങ്ങളിലെല്ലാം അമ്മയ്ക്ക് എന്താണ് തമാശ തോന്നും. ഹസ്കർ ബോലി, എന്നിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ചിടിയ ഏക് ദൂസരെ സെ പൂച്ച് രഹി ഹെ, പക്ഷികൾ അന്യോന്യം രണ്ടുപേരും പരസ്പരം ചോദിക്കുകയായിരിക്കും. എന്താ ചോദിക്കുന്നത്? ഈ ആദ്മി കോൻ ഹെ, ഈ മനുഷ്യൻ ആരാണ്? ഓർ നാച്ച് ക്യോ രഹാ ഹെ, ഈ അച്ഛൻ കാണിക്കുന്നത് കണ്ടിട്ട് ഈ പക്ഷികൾ ചോദിക്കും, ഇതാരാണ്, എന്തിനാണ് ഇദ്ദേഹം ഡാൻസ് കളിക്കുന്നത് എന്ന് ചോദിക്കുകയായിരിക്കുമെന്ന് അമ്മ പറഞ്ഞു. തബ് പിതാജിക്കോ ഓർ ബി ज़्यादा गुस्सा आ गया, അപ്പോൾ അത് കേട്ടപ്പോൾ അച്ഛന് എന്താണ് ദേഷ്യം കൂടി. ഓർ വഹ പഹലെ സെ ബി ज़्यादा ഊച്ച കൂതനെ ലഗ, നേരത്തെക്കാളിലും കൂടുതൽ ഉയരത്തിൽ കൂതന എന്ന് പറഞ്ഞാൽ ചാടാൻ തുടങ്ങി. ഗൊരയ്യ ഘോസ്ലെ മേ സെ നിക്കൽ കർ ദൂസരെ പങ്കെ കെ ഡേനെ പർ ജാ ബൈഠി, അപ്പോൾ ഈ കുരുവികൾ എന്ത് ചെയ്തു? ഇരുന്ന കൂട്ടിൽ നിന്ന് പറന്ന് മറ്റൊരു ഫാനിൻ്റെ ലീഫിൽ പോയിരുന്നു. ഉന്നെ പിതാജി കാ നാച്ചന ജैसे बहुत പസന്ത് ആ रहा था, അവർക്ക് ഈ അച്ഛൻ്റെ ഡാൻസ് വളരെ ഇഷ്ടപ്പെട്ടെന്നാണ് തോന്നുന്നത്. മാ ഫിർ ഹസ്നെ ലഗി, അമ്മ പിന്നെയും ചിരിച്ചു. യേ നിക്ലേഗി നഹി ജി, യേ നിക്ലേഗി നഹി ജി, അപ്പോൾ അച്ഛനോട് പറയാണ്, ഭർത്താവിനോട് പറയാണ്, ഇവരിവിടുന്ന് പോകുന്ന രക്ഷയില്ല, പോകുന്ന ലക്ഷണം കാണുന്നില്ല. അബ് ഇനോനെ അണ്ടേ ദേ ദിയെ ഹോങ്കെ, അവർ മുട്ടയിട്ട് കാണും. അണ്ടാന്ന് പറഞ്ഞാൽ മുട്ടയിട്ടുണ്ടാവും കൂട്ടിൽ, ഇനി ഇവരിവിടുന്ന് പോവില്ല. നിക്ലേഗി കേസെ നഹി, എങ്ങനെ ഇവർ പോവില്ല? പിതാജി പോലെ, പിതാജി പറഞ്ഞു. ബാഹർ സെ ലാഠി ഉഠാലായ, എന്നിട്ട് അങ്ങനെ പറഞ്ഞിട്ട് പുറത്തു നിന്ന് ഒരു വടി എടുത്തിട്ട് വന്നു. ലാഠി എന്ന് പറഞ്ഞാൽ വടി എടുത്തുകൊണ്ട് വന്നു. ഇസി ബീച്ച് ഗുരയ്യ ഫിർ ഘോസ്ലെ ജാ ബൈഠി തി, അതിനിടയ്ക്ക് ഈ കുരുവികൾ അവരുടെ കൂട്ടിൽ പിന്നെയും പോയി ഇരുന്നിട്ടുണ്ടായിരുന്നു. ഉനനെ ലാഠി ഊച്ച ഉഠാക്കർ പങ്കെ കെ ഗോലെ കോ ടക്കോറ, അപ്പോൾ വടിയെടുത്തിട്ട് കൂടുണ്ടാക്കിയിരിക്കുന്ന ഫാനിൻ്റെ കപ്പിൽ തട്ടാൻ തുടങ്ങി. ചീച്ചി കർത്തി ഗുരയ്യ ഉടുക്കർ പർദ്ദേക്കെ ഡണ്ടേ പർ ജാ ബൈഠി, അങ്ങനെ ചീച്ചി എന്ന് പറഞ്ഞ് സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് ആ കുരുവികൾ അവിടെ നിന്ന് കൂട്ടിൽ നിന്നിറങ്ങി വേറൊരു അതായത് ഒരു കർട്ടനിടുന്ന അതിൻ്റെ ഡണ്ട എന്ന് പറഞ്ഞാൽ ആ കോല്, ആ കർട്ടനിടുന്ന ആ പർദ്ദേക്കെ ഡണ്ടേ കർട്ടൻ്റെ കോലിൽ പോയിരുന്നു.
ഇതിനി തക്ലീഫ് കർണേക്ക് ക്യാ ജറൂറത്ത് थी ഇത്ര കഷ്ടപ്പെടേണ്ട എന്ത് കാര്യമുള്ളത് പങ്കാ ചലാ ദേത്തെ തോ യേ ഉഡ് ജാത്തി നിങ്ങൾ ഫാനൊന്ന് ഓണാക്കുകയാണെങ്കിൽ ഫാൻ ഓണാക്കി കഴിഞ്ഞാൽ അവർ പറന്നു പോയേനെ മാനെ ഹസ്കർ കഹ അമ്മ പറഞ്ഞു അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇനി അടുത്ത പാട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് ടു സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ താങ്ക് യു